അത് എന്റെ മകന്റെ പോരാട്ടമാണ്. അവൻ ആ പോരാട്ടമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാ ആശംസകളും നന്മകളും ഞാൻ നേരുന്നു. മുഖ്യമന്ത്രിമാരെ എല്ലാ കേസും ഒരുമിച്ച് വരാൻ പോവാ. ലവലിംഗ് കേസ് ഇപ്പൊ വരും. അതോടൊപ്പം പിന്നെ പഴയ സ്വർണ്ണക്കടത്ത് കേസ് വരും. ഇവിടെ വരും മാസപ്പടി. ഇതെല്ലാം കൂടെ ജയിലിൽ അങ്ങേരുടെ മക്കളുടെ കാലം മുഴുവൻ ജയിലിൽ താമസിക്കാനുള്ള അവകാശം ദൈവം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുക. സെൻട്രയിൽ കിടത്ത അദ്ദേഹത്തിന് സ്വർഗരാജ്യത്ത് പോകാനുള്ള അവസരം ഉണ്ടാവും. പൂഞ്ഞാർ അവിടുത്തെ കൊറോണപ്പള്ളിയാ. ഇന്നലെ 29 പിള്ളേരാ. അതിന് കറക്റ്റ് കണക്ക് എൻ്റെ കയ്യിലുണ്ട്. 7 കാറും 3 മോട്ടോർ സൈക്കിളായിട്ട് പൂഞ്ഞാർ അവിടുത്തെ കൊറോണപ്പള്ളിയാ. ഇത്രയും നല്ലൊരു വൈദികനെ കാണാൻ കിട്ടില്ല. ആ പള്ളിയിൽ പോയാണ് ഈ റബഡിസം. പള്ളിയിലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് മോട്ടോർ സൈക്കിളും കാറും ഭയങ്കര ഈ സൈലൻസർ തുറന്നിട്ടിരിക്കുക. എന്നിട്ട് ഭയങ്കര ബഹളം. പള്ളിയിൽ ആരാധന നടക്കുന്ന സമയം അതിലൊക്കെ കടുങ്ങി. അവിടുത്തെ കൊച്ചൊരു പാവം മനുഷ്യൻ അങ്ങേര് കൈ ഒപ്പി ഇറങ്ങി വന്ന പൊന്നു മക്കളെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുത്, ആരാധന നടക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മനസ്സിൽ മൈൻഡ് ചെയ്യാതെ വീണ്ടും വിടാൻ വേണ്ടി ചെയ്യുക. അപ്പം ഈ 2 ഗേറ്റ് ഉണ്ട് പള്ളിക്ക്. അവർ ഗേറ്റ് അങ്ങ് അടച്ചവന്മാര് പൊക്കുള്ളിൽ കൊണ്ട് പുള്ളി ഗേറ്റ് അടയ്ക്കാനായിട്ട് ചെന്നതാ. ഭയങ്കര സ്പീഡിൽ മോട്ടോർ സൈക്കിൾ വന്ന് പുള്ളി ഒറ്റ ഇടിയാ. പക്ഷെ പുള്ളി മാറിയത് കൊണ്ട് പുള്ളി നിലത്ത് വീണു. മോട്ടോർ സൈക്കിള് അവിടെ പോയി തട്ടി നിന്നു. പക്ഷെ ഇങ്ങനെ വീണു. അന്നേരത്തെ ഒരു കാറ്, ആ കാറ് വന്ന് തട്ടി പുള്ളി കൈക്ക് പരിക്കൊണ്ട് അങ്ങനെ ആശുപത്രിയിലാണ്. ഇത് എന്തൊരു റവഡിസമാണ് ഇത്. ഈരാറ്റുപേട്ട തേവരുപാറ നടക്കൽ ഭാഗത്തു നിന്നുള്ള ഗുണ്ടകളാണ് ഇവന്മാര്. എല്ലാം 10ഉം 18ഉം 10 പൈസ കൊടുത്തു. ഇവനെയൊക്കെ ഇങ്ങനെ ഇപ്പോഴേ വളർത്തിയത് എവിടെ പോയി നിൽക്കും ഇത് ഒന്ന് ആലോചിച്ചു. ഈരാറ്റുപേട്ട എന്ന് പറയുമ്പോൾ 198 പേരും മര്യാദക്കാരും മാന്യന്മാരുമാണ്. അവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇത്. എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? എന്തും ചെയ്യാം. ഇവിടെ ഇതിനെയൊക്കെ UAPA അകത്ത് വീഴുക എന്നുള്ളതല്ല വേറെ മാർഗമൊന്നുമില്ല. എന്തൊരു കടുങ്കി ഇത്.